നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ എവിടെ? ചോദ്യം ബാക്കിയാവുകയാണ്. അർജുനെ കണ്ടെത്താനാകാത്ത വിഷമത്തിലാണ് അർജുൻ്റെ കുടുംബമായിരിക്കുന്നത്. ഇപ്പോൾ ഇതാ കുടുംബത്തിന് ആശ്വാസമായി കുടുംബത്തിന് അരികിലേക്ക് ഈശ്വർ മാൽപ്പെ എത്തിയിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് 1 മാസവും 3 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അർജുൻ്റെ കുടുംബത്തിനരികിലേക്ക് കർണാടകയിൽ നിന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ വന്നിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയോടും അമ്മ തൻ്റെ ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. എൻ്റെ മകനെ കണ്ടെത്തിയില്ലേ എന്ന ചോദ്യമാണ് ആ അമ്മ ഈശ്വർ മാൽപ്പയോട് ചോദിച്ചിരിക്കുന്നത്. ഉച്ചയോടെയാണ് ഈശ്വർ മാൽപ്പെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത്. അർജുൻ്റെ വീട്ടിലെത്തിയത് കുടുംബത്തെ സമാധാനിപ്പിക്കാനാണ് എന്ന് ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചു. തിരച്ചിൽ നടത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ താൻ നേരിടേണ്ടി വന്നുവെന്നും അനുമതി നേടുന്നതിനാണ് ഏറ്റവും പ്രതിസന്ധി നേരിട്ടതെന്നും ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചു. ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ അടുത്ത 2 ദിവസം അനുമതി നിഷേധിക്കും. മണ്ണിടിച്ചിലിൽപ്പെട്ട 8 പേരുടെ മൃതദേഹം കിട്ടി. 3 പേരെ ഇനിയും കിട്ടാനുണ്ട്. അർജുൻ്റെ വണ്ടിയുടെ ജാക്കിയും കയറും കണ്ടെടുത്തു. കയറ് കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കണം. 5 ദിവസമെങ്കിലും ഡ്രഡ്ജിംഗ് നടത്തേണ്ടി വരും. 30 അടിയിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഫണ്ടില്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നും കേരള സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അർജുനെ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിക്കുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു. ഞങ്ങളുടെ സംഘത്തിൽ 10 പേരുണ്ട്. അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞയാക്കി എടുത്തിരിക്കുകയാണെന്നും ഈശ്വർ മാൽപ്പെ വെളിപ്പെടുത്തുകയുണ്ടായി. കുടുംബം പോറ്റാൻ 20-ാം വയസ്സിൽ വളയം പിടിച്ച അർജുൻ അനിയത്തിയുടെ വിവാഹ നിശ്ചയം നടത്തണം, മകനെ മൂകാംബികയിൽ എഴുത്തിനിരുത്തണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ആ യുവാവിനുണ്ടായിരുന്നത്. ഈ സ്വപ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയാണ് അവസാനം വീട്ടിൽ നിന്നും ഇറങ്ങിയത്. സ്വപ്നങ്ങൾക്കുമേൽ അന്ന് ഒളിച്ചിറങ്ങിയ മണ്ണിനടിയിൽ എവിടെയോ മകനുണ്ടെന്ന് ഓർക്കുമ്പോൾ അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും പിടയുകയാണ്. മാത്രമല്ല കുടുംബത്തിൻ്റെയും. എന്തായാലും അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്ന വാക്ക് ഉറപ്പ് നൽകിയാണ് മാൽപ്പെ ആ വീട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയപ്പോഴൊക്കെ ഈശ്വർ മാൽപ്പയുടെ ആ ഒരു ഇടപെടലും നിർണായകമായ അന്വേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. വെള്ളത്തിൽ ഇറങ്ങാനുള്ള അനുമതി കിട്ടാൻ പ്രയാസമുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് മാൽപ്പെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അനുമതി ലഭിക്കുക എന്നത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയായി കാണുന്നത്. 30 അടിയോളം താഴെ മണ്ണിടിഞ്ഞത് നീക്കണം. ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇനി വേണ്ടത്. മെഷീൻ എത്താൻ ഇനിയും വൈകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും വൈകിയാൽ കാലാവസ്ഥ വീണ്ടും പ്രതികൂലമാകുമെന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞിരിക്കുന്നത് നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. കോട്ടയ്ക്കലിൽ നിന്നും ടൈലുമായി മൈസൂറിലേക്ക് പോയ അർജുൻ ജൂലൈ 15-നാണ് ബെൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത്. 16-ന് രാവിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയ്ക്ക് സമീപം വണ്ടി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് കർണാടക സർക്കാരും ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി തുടങ്ങിയത്. മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്തിയില്ല. അങ്ങനെ തിരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് മാറ്റുകയായിരുന്നു. ശക്തമായ അടിയൊഴുക്ക് ഗംഗാവലി പുഴയിലെ തിരച്ചിലിന് വിഘ്നം തീർത്തു. നേവിയും ഈശ്വർ മാൽപ്പയ്ക്കും വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്താനായില്ല തുടക്കത്തിൽ. തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ വീണ്ടും തുടങ്ങി. അതുമുതൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. വീണ്ടും അനിശ്ചിതത്വം ഉടലെടുത്തുവെങ്കിലും മാൽപ്പയുടെ ഉറപ്പിൻ്റെ പ്രതീക്ഷയിലാണ് കുടുംബം. എന്തായാലും ആദ്യം തടസ്സങ്ങൾ നേരിട്ടതും പിന്നെ അന്വേഷണം നടത്തിയതും ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതും ലോറി ഉടമ ഇത് ലോറിയുടേതാണ് എന്നതടക്കമുള്ള സ്ഥിരീകരണം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈശ്വർ മാൽപ്പെ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലെത്തി അവരുടെ കുടുംബത്തെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അർജുനെ കണ്ടെത്തുമെന്ന ഉറപ്പും നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.